സിയോൺ ക്ലാസിക്സ് ടിവി ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം. ഒഡീഷയിൽ വൈദികർക്കു നേരെയുണ്ടായ ആക്രമണം ഒറ്റപ്പെട്ട സംഭവമല്ല, അസഹിഷ്ണുത രാജ്യത്ത് വർദ്ധിക്കുന്നു. CBCI. ഒഡീഷയിലെ ജലേശ്വറിൽ കത്തോലിക്ക വൈദികർക്കും സന്യസ്തർക്കും നേരെയുണ്ടായ ഹിന്ദുത്വവാദികളുടെ ആക്രമണത്തെ ആലപിച്ച് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി. ഈ ആക്രമണം ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല, മറിച്ച് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കെതിരായ അസ്വസ്ഥതയുണ്ടാക്കുന്ന ആക്രമണത്തിന്റെ ഭാഗമാണ്. ഇത് രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന അസഹിഷ്ണുതയുടെ അന്തരീക്ഷത്തെ പ്രതിഫലിപ്പിക്കുന്നതാണെന്നും CBCI ഇന്ന് പ്രസ്താവിച്ചു. ന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാ അവകാശങ്ങളുടെയും മാനുഷിക അന്തസ്സിന്റെയും നഗ്നമായ ലംഘനമാണ് ഇത്തരം ആക്രമണങ്ങൾ. വർദ്ധിച്ചുവരുന്ന ആൾക്കൂട്ട ആക്രമണ പ്രവണത എല്ലാ സമുദായങ്ങളുടെയും സുരക്ഷയ്ക്കും സമാധാനപരമായ സഹവർത്തിത്വത്തിനും ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നു. കുറ്റവാളികളെ തിരിച്ചറിഞ്ഞ് പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനും എല്ലാ ന്യൂനപക്ഷ സമുദായങ്ങളുടെയും സംരക്ഷണം ഉറപ്പാക്കുന്നതിനും വേഗത്തിലും നിർണായകമായും നടപടിയെടുക്കണമെന്ന് CBCI ഒഡീഷ സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. ഭരണഘടന പ്രകാരം ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കാൻ അധികാരികളോട് തങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അതുവഴി ഓരോ പൗരനും ഭയമില്ലാതെ ജീവിക്കാനും അവരുടെ വിശ്വാസം ആചരിക്കാനും കഴിയും. സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് CBCI തുടരും. കൂടാതെ എല്ലാ പൗരന്മാരുടെയും പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ അവകാശങ്ങളും അന്തസ്സും സുരക്ഷയും സംരക്ഷിക്കുന്നതിനുള്ള പ്രതിബദ്ധതയിൽ ഉറച്ചു നിൽക്കുമെന്നും ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ PRO ഫാദർ റോബിൻസൺ റോഡ്രിഗസ് പ്രസ്താവിച്ചു. കഴിഞ്ഞ ദിവസം ജലേശ്വർ ഇടവകയ്ക്ക് കീഴിലുള്ള ഗംഗാധർ ഗ്രാമത്തിന് സമീപം 2 കത്തോലിക്ക വൈദികരെയും 2 കന്യാസ്ത്രീകളെയും അൽമായനെയും മതപരിവർത്തനം നടത്തിയെന്ന വ്യാജ ആരോപണം ഉന്നയിച്ചാണ് തീവ്ര ഹിന്ദുത്വ സംഘടനയായ ബജ്രംഗ് ദൾ ആക്രമിച്ചത്. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.